കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘി ജിഹാദികൾ ഇവിടെ അധികാരത്തിൽ വരുന്നു, തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുന്നു. പലപ്പോഴും ജനങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഈ ജിഹാദികളുടെ, അതായത് ഒരു ബി ടീമാണിവർ, ഈ ഇന്ത്യയിലെ സംഘി ജിഹാദികളുടെ ബി ടീമാണ് അവിടെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ജിഹാദികൾ. അവിടെ ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP 213 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈയൊരു ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ തള്ളിക്കളയുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. 11 പാർട്ടികളുടെ ഒരു സഖ്യ മുന്നണിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുത്തതിൽ 11 പാർട്ടികളാണുള്ളത്. ആകെ അവർക്ക് 76 സീറ്റ് മാത്രമാണ് നേടാനായത്. അപ്പോൾ അവിടെ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമങ്ങൾ പാളിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പശുവും പട്ടിയും പൂച്ചയും ഒക്കെ നമ്മുടെ രാജ്യത്ത് വേണം, പക്ഷെ അതിനേക്കാൾ മനുഷ്യർക്ക് വില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിന്നല്ല, ലോകത്തെവിടെയായിരുന്നാലും ശരി, മൃഗങ്ങൾക്ക് ജീവിക്കണം, അതിനാരും എതിരല്ല. പക്ഷേ മനുഷ്യജീവന് വില കൽപ്പിക്കണം. അതിനുശേഷമാണല്ലോ മറ്റേത് ജീവികളും വരുന്നുള്ളൂ. അപ്പം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഒരു രാജ്യം നിലനിൽക്കുക, അല്ലെങ്കിൽ ലോകം തന്നെ നിലനിൽക്കുക? വലിയൊരു പാഠമാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ലോകത്തിന് നൽകുന്നത്.